എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിന് ഏകദേശം 2000 വർഷങ്ങൾ പഴക്കമുണ്ട്. ദക്ഷിണകാശിയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ക്ഷത്രിയർ ദേവിയെ പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പുരാണം. ഈ ക്ഷേത്രം പിന്നീട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെട്ടു. ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സ്ത്രീകൾ ഇവിടെ എത്തി പൊങ്കാല ഇട്ടിരുന്നത്. ഈ ആചാരം പിന്നീട് ആറ്റുകാൽ പൊങ്കാല എന്ന ഉത്സവമായി മാറി. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഉത്സവം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ, അതായത് മകരം കുംഭം മാസമാണ് ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. സന്തോഷം, സമൃദ്ധി, സ്ത്രീശക്തി, സാഹോദര്യം എന്നിവയുടെ പ്രതീകമാണ് ഈ ഉത്സവം. ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒത്തുകൂടി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഈ ഉത്സവം ലോകത്തിൽ തന്നെ അപൂർവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കും. ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് പൊങ്കാലയിടുന്നത്. ക്ഷേത്രത്തിനു ചുറ്റും ഭക്തർ പൊങ്കാലയിട്ട് ദേവിയെ പ്രാർത്ഥിക്കും. റോഡുകളുടെ ഇരുവശത്തും വരിവരിയായി ഈ സമയത്ത് അടുപ്പുകൾ നിറയും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന തരത്തിൽ ഗിന്നസ് ബുക്കിലും ആറ്റുകാൽ പൊങ്കാല ഇടം പിടിച്ചിട്ടുണ്ട്. അരി, ശർക്കര, തേങ്ങ എന്നിവ ഉപയോഗിച്ച് പുതിയ കലത്തിലായിരിക്കും സ്ത്രീകൾ പൊങ്കാലയിടുക. പൊങ്കാലയിടുന്ന സ്ത്രീകൾ രാവിലെ അമ്പലത്തിൽ പോയി ദേവിയെ പ്രാർത്ഥിക്കും. പൊങ്കാല ഇട്ടതിനു ശേഷം ദേവിയുടെ പ്രസാദം വാങ്ങി വീടുകളിലേക്ക് മടങ്ങും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സ്ത്രീകൾ ഈ സമയത്ത് പൊങ്കാലയിടുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. പൊങ്കാലയിടുന്നത് വഴി ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണിത്. സാമൂഹിക സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം പലർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ട് അതും കൂടെ ഒന്ന് പറയുന്നുണ്ട്. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും കാരണവർ തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ എത്തിച്ചു. തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി: നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. പിറ്റേന്ന് അവിടെ കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം. പൊങ്കാലയിടാൻ പോകുന്നവർ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.